ഈ അടുത്ത് മറ്റേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കൈ തട്ടി മാറ്റി എന്നുള്ള. അത് എന്റെ ആ സമയത്ത് ബാഡ് മൂഡും ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോന്നിയത് ഞാൻ അസല ആദ്യം കാണുന്നത് ജിംഖാനയുടെ സെറ്റിൽ വെച്ചാ, അവിടെ പരിചയമുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്, അകലാൻ കഴിയാത്തത് അടുത്തത്. ചന്ദ്ര ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആണോ? അതിന് ടീച്ചറിൽ ഉത്തരം പറയുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങളും ഉത്തരം പറയുന്നില്ല. 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, 3 ദിവസം ഞാൻ ലിറ്ററലി ഉറങ്ങിയിട്ടില്ല. അതെന്റെ അസോസിയേറ്റ് ഉണ്ട്, എന്നെ പേടിപ്പിച്ചു. ഭയങ്കര പ്രശ്നമാണ്, ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ തമാശക്ക് പുള്ളിക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ്. ക്ലൈമാക്സ് തിയേറ്റർ കണ്ടപ്പോ പിടിച്ച് 2 കൊടുക്കാൻ. ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യണ്ടായിരുന്നു, അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു വഴി ചിന്തിക്കുമ്പോൾ അവിടെ പോയതുകൊണ്ടാണ് ഞാൻ സിനിമയിലിരിക്കുന്നത്. ഈ കോളേജിലാണ് വന്ന് പറയുന്നത് ഓഡിഷൻ, ചിലപ്പോ അത് ഒരു നിമിത്തമായിരിക്കും. ഒരു ദിവസം ഷൂട്ടിന് വന്നപ്പോ ഞാൻ രാവിലെ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എനിക്കിന്ന് വേറൊരു പരിപാടി ഉണ്ട്, ചെയ്യാനുണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്തെങ്കിലും കഴിച്ചാലൊക്കെ. ഞാൻ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചപ്പോൾ ഊണ് കഴിച്ചോ? ഇല്ല, മറ്റേത് കഴിഞ്ഞിട്ടില്ല. അതൊരു 30 ടേക്ക് പോയി, മറ്റേ ആക്ഷൻ കറക്റ്റ് ആയിട്ട് വരണമല്ലോ. അത്ര നേരം ഫുഡ് കഴിക്കാതിരിക്കുക. ഞാനങ്ങനെ അപ്പം എഴുതി പോയാൽ രാവിലെ ചോറില്ലാതെ കറങ്ങാറുണ്ടല്ലോ, ഭയങ്കര പണിയത്. ഈ അടുത്ത് മറ്റേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കൈ തട്ടി മാറ്റി എന്നുള്ള. അത് എന്റെ ആ സമയത്ത് ബാഡ് മൂഡും ഉണ്ടായിരുന്നു, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോന്നിയത് പാവം പഞ്ചപാവായിരുന്നു ഞാൻ. അതിപ്പോഴും ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓണത്തിന് തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് ലോക. അപ്പോൾ കൂടുതൽ നമുക്ക് എന്തായാലും അറിയാം, അതിൽ ടീമിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം നസ്ലിൻ, നരുൺ കുര്യൻ ആൻഡ് ചന്തു. ഹലോ. പറയൂ, എനിക്കൊന്ന് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? അതെ, അപ്പോൾ പറയൂ, എന്താണ് ഈ ഓൾ അബൌട്ട്? ഒരു സൂപ്പർ ഹീറോ പരിപാടി ആണോ? ലൈക്ക് അതെ, ഇപ്പൊ നിങ്ങൾ ടീച്ചറിൽ കണ്ട പോലെ തന്നെ പടം ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് മൂവിയാണ്. അപ്പോൾ അതിന്റെ ഫൈനൽ ഔട്ട് കാണാൻ ഞങ്ങളും കണ്ടിട്ടില്ല ഇതുവരെ, ഫുൾ മൂവി കണ്ടിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ കാണാൻ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഇതിലിടയ്ക്ക് എനിക്കൊന്ന് ടീച്ചറിന്റെ ഇടയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആണോ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ അതും പ്ലസ് മൊത്തത്തിൽ നോക്കുമ്പോഴും വിഷ്വലും പരിപാടികളൊക്കെ നോക്കുമ്പോൾ ഒരു ശരിക്കും ഒരു സൂപ്പർ ഹീറോ എലമെന്റ് നല്ല രീതിയിലുണ്ടോ, അതോ അതിൻ്റെ ഒരു ഭാഗം? അതിന് ടീച്ചറിൽ ഉത്തരം പറയുന്നില്ല, അതുപോലെ തന്നെ അതാണ് വെൽക്കം തിയേറ്റർ. അരുൺ, പറയൂ, എന്താണ് വിശേഷങ്ങൾ? സുഖം, ഇതൊക്കെ പോകുന്നു. എന്തോരം പറയാൻ പറ്റും എന്നറിയില്ല, നല്ല എക്സൈറ്റഡ് ആണ്. പുതിയ അറ്റംപ്റ്റ് ആണ്. കൂട്ടാ, എന്താണ് വിശേഷം? ഇതിൽ കുറച്ച് ലുക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? ഡിഫറെന്റ്, വേറെ ഏതെങ്കിലും പരിപാടിക്കാണോ? ഞാൻ തന്നെ എന്റെ തന്നെ പരിപാടിക്ക് വേണ്ടിട്ട്. യെസ്. അപ്പോൾ ഇതിലെ ഒരു എക്സൈറ്റ്മെന്റ് പറയൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് ആദ്യമായിട്ടാണല്ലോ നമ്മൾ മറ്റേ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോണത്. ഇതിന് മറ്റേ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേ ഇതേ പറയാവുള്ളൂ. അല്ല, അതുകൊണ്ട് എല്ലാം സീക്രട്ട്. അതുകൊണ്ട് നമ്മുടെ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചോദിക്കരുത്. ശാന്തിബിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രാവിലെ. ഓഹോ, ഇവിടെ കാണിക്കുന്നുണ്ട്, ഇതേ പറയാവുള്ളൂ. ശാന്തിബി എവിടെ ഇരിക്കുന്ന അറിയോ? നമ്മളെന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടി. പ്രേമലുവിന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ സിനിമ ചെയ്യുന്നെങ്കിൽ പോലും അതോ സ്റ്റേറ്റിലാണെങ്കിലും അല്ലെ അന്യരാജ്യം ആണെങ്കിലും ഉള്ള ആൾക്കാരുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു കിക്കാണല്ലോ. നമ്മൾ ഇവിടെ ചെയ്യുന്നു, കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നു. പക്ഷെ ആ ഒരു കിക്ക് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് ഭാഗ്യവും കൂടിയാണ് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരുടെ ഏറ്റവും കൂടുതലുള്ള ചോദ്യവും ആൾക്കാരുടെ ഇഷ്ടവും എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ നെക്സ്റ്റ് വരിക പരിപാടി. അതെവിടെ ചെന്ന് കഴിഞ്ഞാലും കേൾക്കുന്ന എനിക്ക് കോളേജ് ഇനാഗുറേഷൻസിന് പോയി കഴിഞ്ഞാൽ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഇത് തന്നെയാണ്. ഇപ്പോൾ 2 ക്വസ്റ്റൻ. അതിൻ്റെ ഒരു കിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ്, ഈ ഒരു കാര്യം. അതിൻ്റെ കിക്ക് ആക്ച്വലി ഞങ്ങൾക്കെല്ലാം അത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഇപ്പോൾ ഈ കോഴിക്കോട് ഞങ്ങൾ തിയേറ്റർ, അതിനു മുമ്പ് തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടെങ്കിലും
അവിടെ ഒരു 900-ഓളം എന്തോ 1000 അറൌണ്ട് എത്ര സീറ്റ് ഓക്യുപ്പൻസി ആണ്. അത് അവിടുത്തെ 3 ഷോ അടുത്തായിട്ടുള്ള 3 ഷോയും ഫുള്ളാ. അപ്പൊ അവിടെ വന്ന ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ആ ക്രൗഡ്, അത്രയും ക്രൗഡ് അവിടെ അവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് 10-30 പോലീസുകാർ ഇവരുടെ എല്ലാം അല്ല, അവരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് തിയേറ്റർ വിസിറ്റിന്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആ സിനിമയ്ക്കാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ കിട്ടോ എന്നും അറിയില്ല, കിട്ടട്ടെ. അപ്പോ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഇതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർ അറിയുക, ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും ഷൂട്ടിന് പോകുമ്പോഴാണെങ്കിലും ആൾക്കാരൊക്കെ തിരിച്ചറിയുക എന്നുള്ളതും അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവരുടെ ഒരാളായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എഫോർട്ടും നമ്മളുടെ ഒരു ഭാഗ്യവും എല്ലാം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇത് തന്നെ ആയിരിക്കുമല്ലോ, അതെപ്പോഴായിരിക്കും എന്നുള്ളത് അല്ലേ? അതെനിക്കും അറിയില്ല. അത് കറങ്ങി തിരിഞ്ഞെല്ലാം ഓക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് റെഡി അല്ലേ? അവിടെ ഒന്ന് കൈ കൊട്ടിക്കോ. ഓക്കെ ഓക്കെ, ഒരു ടൈം ട്രാവൽ സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, നിങ്ങളുടെ പ്രീവിയസ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത ഒരു സെഗ്മെന്റ്. അതായത് ഒരു ഈവെന്റ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഈവെന്റ് അത് ചേഞ്ച് ചെയ്യുക, അത് നടക്കണ്ടായിരുന്നു എന്ന് തോന്നിയൊരു ഈവെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്, അതെടുത്ത് കളയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതായിരിക്കും ചന്തു? അന്ന് നത്തിങ്. പിന്നെ കോളേജിൽ എന്തെങ്കിലും ആവാം, എനിത്തിങ്. കോളേജിലൊന്നുമില്ല, ഇല്ല, എനിക്കെല്ലാം സെറ്റാണ്, ഓക്കെയാണ്. ട്രോമ ആണെങ്കിലും എല്ലാം ആണെങ്കിലും അത് അതിന്നാണല്ലോ നമ്മളായത്. എക്സ്പീരിയൻസ്, എല്ലാം ഒരു എക്സ്പീരിയൻസ്. റൈറ്റ്. അത് അങ്ങനെ ചന്തു അത് പറഞ്ഞ് നന്നായിരുന്നു. അല്ല, അത് മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് മൊത്തത്തിൽ മാറില്ല. ഓക്കെ, നസ്ലിനോ? സെയിം അതല്ല, ചിലപ്പോ ഡിഫറെന്റ് അല്ല, ചിലപ്പോൾ നമുക്ക് തോന്നുന്നില്ലായിരിക്കും. ഷോ അന്ന് ചിലപ്പോൾ ആ ഇയറിൽ ഞാൻ അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഇതായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടക്കത്തില്ലായിരുന്നു. ഈ അടുത്ത് മറ്റേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കൈ തട്ടി മാറ്റി എന്നുള്ള. അത് എൻ്റെ ആ സമയത്ത് ബാഡ് മൂഡും ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തോന്നിയത്. അതാണ് ചില ടൈമിൽ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ പല മൂഡുകളായിരിക്കും. ആ ടൈമിലായിരിക്കും ഒരാൾ ഇങ്ങനെ വരുന്നു, പിന്നെ അതിനെ പൊക്കിയെടുത്തോണ്ട് വരുന്ന കുറേ ആൾക്കാർ എക്സ്പ്ലനേഷൻസ്. സോ അപ്പോൾ അതിന് ബെറ്റർ കീപ് ക്വയറ്റ് എന്നുള്ളൊരു പരിപാടിയാണോ നസ്ലിൻ? അതോ ചിലരുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ പിന്നെയും കൊടുക്കും? ഞാൻ കൊടുത്തില്ലല്ലോ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതെ, പക്ഷെ ആ പുള്ളിയും പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, ഫൈൻ, ഒരു ഇതുമില്ല, കുഴപ്പമില്ല. അറിയില്ല ആ പയ്യൻ. യെസ്, അതാണ്. അതെ, അത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ വെറുതെ പേടിച്ചു. ഇതിനൊക്കെ ആയിരുന്നു പേടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അത് കുറേ റിലേറ്റ് ചെയ്ത് കാണായിരിക്കും. ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പം അവസരം കിട്ടുവാണെങ്കിൽ അത് ഒരു പേടിയില്ല. അങ്ങനെ ഒരു ഈവന്റ്, ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമല റിലീസ് തലേദിവസമല്ല 3 ദിവസം. അതിന്റെ അസോസിയേറ്റ് 3 days back. 3 days back. 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. 3 ദിവസം ഞാൻ ലിറ്ററലി ഉറങ്ങിയിട്ടില്ല. അതെന്റെ അസോസിയേറ്റ് ഉണ്ട്, പുള്ളി പേടിപ്പിച്ചു എന്നെ. ഭയങ്കര പ്രശ്നമാണ്, ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ചുമ്മാ തമാശക്ക് പുള്ളിക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ്. പുള്ളി പറഞ്ഞു ഈ ഭാവിയിൽ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നേരിടണ്ട, അപ്പൊ ഇതൊക്കെ ലൈറ്റ് ആയിട്ട് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 ദിവസം അറിയില്ല. ഞാൻ പുള്ളിയുടെ കൂടെ താമസിച്ചിരുന്നത്, ഒരുമിച്ച് താമസിക്കുന്നത്. പുള്ളി പറഞ്ഞതിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ 3 ദിവസം അറിയില്ല, പേടിച്ച് ആവശ്യമില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. ക്ലൈമാക്സ് തിയേറ്റർ കണ്ടപ്പോ പിടിച്ച് 2 കൊടുക്കും. ചിലപ്പോ അങ്ങനെ പേടിപ്പിച്ചിട്ട് ഇത് കണ്ടു കഴിയുമ്പം ഹാപ്പി ആവുന്നുള്ള ആ ഒരു കിക്ക് ആയിരിക്കുള്ളൂ. പക്ഷെ പുള്ളി കുറച്ച് വേണമെങ്കിൽ പറയാം, അതിന്റെ ഇതിലും പറയാം. പക്ഷെ എന്തായാലും അത് ഹാപ്പി ആയിരുന്നല്ലോ. നൈസ്, കലക്കി. അപ്പൊ ഇനി എന്തായാലും പറയുന്നത് വിശ്വസിക്കല്ലേ പുള്ളി? ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിശ്വസിക്കില്ല, അതാണ് പ്രശ്നം. ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം. കൂടുതലും എന്താ പറയുക, സിനിമയുടെ റിലീസിനൊക്കെ സമയം അടുത്താകുമ്പോഴത്തേക്ക് ഒരു അനാവശ്യമായ ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേ സ്ക്രീനിൽ വരുമ്പം വലിയ കുഴപ്പമില്ല, തരക്കേടിൽ അത് പാസ്സാവാറുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മഞ്ഞുമൽ മാത്രമല്ല, മൊത്തത്തിൽ എപ്പോഴും. അപ്പൊ ഈ പടത്തിലും എനിക്കിപ്പോ ഉണ്ട്. കോളേജ് ടൈമിൽ ഒരു ആക്സിഡന്റ് ഇതേപോലെ പറ്റിയിട്ട് ശരി, അതിന്റെ ഇതിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോർട്ടായി. അത് വെറുതെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചത്, മൈൻഡിനെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആക്കി. അതായത് നമ്മളാൽ കാരണം ഉണ്ടായ ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ വളരെ കോമഡി ആയിട്ട് പരിപാടി തീർന്നു. എന്താ നസ്ലായിരുന്നു വണ്ടി ഓടിച്ചതോ? ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. എഞ്ചിനീയറിംഗ്.
ഒന്നും പറ്റിയില്ല ആർക്കൊന്നും. അതിന്റെ പേരിൽ കുറച്ച് നാളത്തേക്ക് ഒരു 2 ആഴ്ചത്തോളം തീ പിടിച്ചിരുന്നു. പ്രത്യേകിച്ച് ആ ടൈം എന്തെങ്കിലും കേസ് ഉണ്ടാവോ? അയ്യോ, കേസിന്റെ ഒരു നോ പറഞ്ഞാൽ ആക്ച്വലി തീരാറുന്ന കാര്യമുള്ളായിരുന്നു. പക്ഷെ പറ്റിയില്ല. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പറ്റുന്നതാ. എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഇയാളോട് നോ പറയാനാണ് ഞാൻ എന്നുള്ളൊരു സാധനം ഉണ്ട് എനിക്ക്. അത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് ഓക്കെയാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ആരോടും നോ പറയാനുള്ള ഒരു ഇതായി. നേരത്തെ ഒന്നും എനിക്കത് പറ്റില്ലായിരുന്നു. എന്താ ചോദിച്ചാലും ചെയ്തു കൊടുക്കും. ഇതൊരു ക്യാരക്ടർ, ഒരു പാവം പഞ്ചപാവായിരുന്നു ഞാൻ. അതിപ്പോഴും അത് ആയിരുന്നു. ഇപ്പൊ നോ പറയാനൊക്കെ ഞാൻ പഠിച്ചു, മനസ്സിലായി. കുറച്ച് വേഗത്തിലൊക്കെ ഞാൻ പഠിച്ചത്. അതായത് നമ്മളുടെ അടുത്ത് എല്ലാവരും നമ്മളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു വരുന്നത് നല്ലതിനല്ലാന്ന് മനസ്സിലായി. എല്ലാത്തിനും യെസ് പറയുന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും, അത് നമുക്കിപ്പോ ഒരു സിനിമ ചൂസ് ചെയ്യുന്നതാണെങ്കിലും അപ്പൊ ആൾക്കാർക്ക് അറിയൊന്നും വേണ്ട ഞാൻ എന്ത് കാരണം കൊണ്ട് അത് ചൂസ് ചെയ്തു. എനിക്ക് ഫൈനൽ പ്രൊഡക്റ്റ് അത് മാത്രം ആൾക്കാർക്ക് കണ്ടാൽ മതി. അപ്പൊ അത് ഒരു നോ പറഞ്ഞ് നമുക്ക് തോന്നുന്ന, നമുക്കൊരു തെറ്റ് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ നോ പറയാന്നുള്ളതാണ്. അത് ആരായാലും പറയുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത്. അപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊന്നും പറയണ്ട, അങ്ങനെ എന്തെങ്കിലും ഇല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു ജനറലി ഒരു നോ പറയുന്നത് അതിപ്പോ എന്ത് കാര്യം, സിനിമയുടെ കാര്യം മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും നോ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക്. അതായത് ഞാൻ ഇപ്പോഴും ഡിപ്ലോമാറ്റിക് നോ പോലും പാടാണ് അല്ലേ? എനിക്ക് ഇപ്പൊ ഇവൻ പറഞ്ഞില്ല അത്രയും പോലും എത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര പാടുള്ള പരിപാടിയാണ്, ഫിഗർ ഔട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഒരു ഇൻസിഡന്റോ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് നോ പറയുന്നില്ല. ഇതാണ് കണ്ടത്. ഇന്ന് മുതൽ ഞാൻ തുടങ്ങി. ഇതോടുകൂടി ഓക്കെ. എനിക്ക് അങ്ങനെ നോ പറയാൻ മടിയുള്ള ഒരാളല്ല സത്യം. നല്ല ക്വാളിറ്റി, അത് ഭയങ്കര നല്ല ക്വാളിറ്റി. അത് നോ പറയാനോ സത്യം പറയാനോ ഒരു പേടിയില്ല. ശരിയാണ്. അപ്പൊ അവിടെ ഡ്രാഗിങ് വരുന്നില്ല. വേറൊരു പ്രശ്നം, കട്ട് ആൻഡ് ഡ്രൈ നമ്മളൊരു യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവിടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ആയിട്ട് പറയുന്നല്ല, മനസ്സിലാവുന്ന ആള് ഹേർട്ട് ചെയ്തോണ്ടായിരിക്കില്ല, എന്നാലും നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ മേ ബി ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റ് ഇതുവരെ തോന്നിയിട്ടില്ല. നോ പറയാമായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. അതിപ്പം മൂവിയുടെ കാര്യമാണെങ്കിലും റിലേറ്റഡ് കാര്യമാണെങ്കിലും എന്ത് തന്നെ ആയാലും ഇൻ ജനറൽ നമുക്ക് ഓക്കെ അല്ലാത്തൊരു കാര്യം പറയുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്ന വെരി ഗുഡ് ക്വാളിറ്റി അല്ലേ? അത് ഒരാളുടെ സക്സസിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സത്യസന്ധമായിട്ടൊരു അഭിപ്രായം കേൾക്കണമെങ്കിൽ അവരോട് ചോദിച്ചാൽ. ഇനി അതിന്റെ ഉൾട്ടയാണെങ്കിലോ, യെസ് പറയാനും നന്ന്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ, അതും ഉണ്ടാവുമല്ലോ. അതിന്റെ നേരെ ഉൾട്ട അങ്ങനെയാണെങ്കിലോ നസ്ലിനെ മൂവി ആണോന്നില്ല കേട്ടോ, മൂവി റിലേറ്റഡ് ആണോന്നില്ല, അതല്ലാതെ ലൈഫിൽ തന്നെ എന്തെങ്കിലും ഇവന്റ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ ആവാം, അതും ഒരു വലിയ കാര്യമായിരിക്കാം. ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബിടെക് ഞാൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് ചെയ്യണ്ടായിരുന്നു, അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു വഴി ചിന്തിക്കുമ്പോൾ അവിടെ പോയതുകൊണ്ടാണ് ഞാൻ സിനിമയിലിരിക്കുന്നത്. ഇതിലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ കോളേജിലാണ് വന്ന് പറയുന്നത് ഓഡിഷൻ, ചിലപ്പോൾ അത് ഒരു നിമിത്തമായിരിക്കും. ശരി, അത് ഏത് ഇയർ ആയിരുന്നു? ഐ മീൻ സെക്കൻഡ് ഇയർ ആയിരുന്നു? ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഓക്കെ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോഴാണ് കോളേജ് ത്രൂ ഈ ഓഡിഷൻ വന്നത്. അവര് കോളേജിൽ എല്ലാം പോയി പറഞ്ഞു അങ്ങനെ. ഓക്കെ, അപ്പൊ അതൊരു നല്ല കാര്യം എല്ലാം കറങ്ങി തിരിഞ്ഞ എല്ലാം നല്ലതിന് വേണ്ടി എന്നുള്ളൊരു ഫീലിംഗ് പിന്നെ കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ അങ്ങനെ ഓർത്തെടുത്താൽ. റൈറ്റ്, ഓക്കെ, ഫൈൻ. നിങ്ങളുടെ ഒരു ടീനേജ് ടൈം മേ ബി ഒരു 13 to 17 ആവാം, അല്ലെങ്കിൽ ഒരു 14 to 18 ടൈം. ആ ടൈമിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ ടൈമിൽ ഒരു അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും? അതായത് ചന്തു ഇപ്പോൾ ഒരു 13ഉം 18ഉം ഇടയ്ക്കാണ്. ആ ടൈം ചന്തുവിന് അറിയാം എങ്ങനെ യു സ്പെൻഡ് ടൈം എന്നുള്ളത്. ആ ടൈമിൽ പക്ഷെ ഇപ്പോൾ ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഒന്നും പേടിക്കാനില്ല, എല്ലാം നന്നായി വരുമ്പോനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്നു. ഇല്ല അങ്ങനൊന്നുമില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ത്രില്ല് പോവില്ല. ഇങ്ങനെ തന്നെ പോട്ടെ, നന്നായി വരുന്നീ നന്നായി വരും. ആ ഒരു ടീനേജ് ചന്തുവിനെ അങ്ങനെ പറഞ്ഞത് ഓക്കെ ആക്കുന്നു. റൈറ്റ്, നെസ്ലിനാണല്ലോ. പാരന്റ്സിനോടൊക്കെ കുറച്ച് ആ സമയത്ത് കുറച്ച് മോശമായിട്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ പരിചയമുള്ളവരാണെങ്കിൽ, എനിക്ക് എൻ്റെ അറിവിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, അപ്പോൾ പാരന്റ്സിനോട് കുറച്ചുകൂടി ഇതായിട്ട് സ്നേഹത്തിൽ, അല്ലെങ്കിൽ അവർ പറയുന്നതിനെല്ലാം ഓപ്പോസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളൊരു രീതി കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായ ഏജിന്റെ ഒരു അത് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതാ എനിക്ക്
കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അത് എനിക്ക് പരിചയമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മനസ്സിലായി, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട്. അരുണേ, ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. അതിപ്പോ ഇപ്പോഴാണെങ്കിൽ കുട്ടിക്കാലത്ത് അത്രയും ആലോചിക്കില്ല. അതിപ്പോഴും ഇല്ലേ പോലെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം ലിങ്ക് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനത്തെ അല്ല കൂടുതലും. ഇപ്പം പക്ഷെ എന്റെ പേരൻസ് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഇപ്പം കൊച്ചിലെ പോലെ നമ്മള് അതായത് കുട്ടിക്കാലത്ത് പോയി പറയണമെന്നല്ലേ ചോദിച്ചത്. അപ്പം അത് ഒത്തിരി കൺസേൺ ആവേണ്ട, എല്ലാം റിലാക്സ്ഡ് ആവും എന്നുള്ളൊരു ഫീല്. അത് നമുക്ക് പേരൻസ് എന്തായിരിക്കും അവസ്ഥ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അത്യാവശ്യം ലേറ്റ് കിഡ് ആയതുകൊണ്ട്. പക്ഷെ അത്രയും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഐ മീൻ അത്രയും. അപ്പം അത് തന്നെ പറഞ്ഞില്ല, ഒരു ഇത്രയും ഓർത്തിങ്കൊന്നും ചെയ്യണ്ട, ഇത്രയും ഓർത്ത് വറീഡ് ആവണ്ടായിരുന്നു എന്ന് നമ്മൾ ഡിസിഷൻസ് അങ്ങനെ എടുത്തിട്ടുണ്ട് അവരുടെ കൺസേൺ. ശരി ശരി ശരി. കല്യാണി ആയിട്ടുള്ളൊരു കോംബോ എന്ന് പറഞ്ഞപ്പോഴും അതും നസ്ലിൻ അബൌട്ട് ദാറ്റ്. കല്യാണിനായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ സിനിമ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പുള്ളിക്കാരിക്ക് കുറച്ചധികം പണിയെടുക്കാനുണ്ടായിരുന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് പുള്ളിക്കാരി. അതെ, അത് ഒരു ദിവസം ഞങ്ങള് കല്യാണിക്ക് നേരത്തെ വരണം. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കോൾ ടൈം തരുന്നതിന് ഒരു 1.5 hours മുമ്പ് ഞങ്ങൾക്ക് 7 മണി ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മുതൽ കല്യാണി ഉണ്ടാവും. ഒരു സെൽഫ് ഭയങ്കര ഒരു ദിവസം ഷൂട്ടിന് വന്നപ്പോ ഞാൻ രാവിലെ വന്നപ്പോ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എനിക്കിന്ന് വേറൊരു പരിപാടി ഉണ്ട്, ചെയ്യാനുണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്തെങ്കിലും കഴിച്ചാലൊക്കെ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചപ്പോൾ ഊണ് കഴിച്ചോ? ഇല്ല മറ്റേത് കഴിഞ്ഞിട്ടില്ല, അതൊരു ഇത്ര 30 ടേക്ക് പോയി, മറ്റേ ആക്ഷൻ കറക്റ്റ് ആയിട്ട് വരണമല്ലോ. അപ്പൊ അത്ര നേരം ഫുഡ് കഴിക്കാതിരിക്കുക. ഞാനങ്ങനെ അപ്പം എടുത്തി പോയാൽ രാവിലെ ചോറിൻ്റെ അത് കിടന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര പണിയത്. ഞാൻ അങ്ങനെ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല അങ്ങനെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിരുന്ന് ഇതിന് വേണ്ടിട്ട് തന്നെ ചെയ്യുന്നതൊക്കെ ഭയങ്കര അപൂർവം കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് തോന്നിയൊരു കാര്യം നിഖില പറഞ്ഞൊരു കാര്യമുണ്ട്. നസ്ലിൻ എനിക്ക് മോർ ലൈക്ക് ഒരു ബ്രദർ, ഫ്രണ്ട്, ഇതെല്ലാമാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടിക്കും എന്നൊക്കെ പറയാൻ അത്രയും ഒരു ഫ്രീഡം ഉണ്ട്. അത് മോർ എനിക്കൊന്ന് നിങ്ങൾക്കിടയിൽ തന്നെ ഒരു സ്റ്റെപ്പ് കൂടുതൽ എനിക്ക് നസ്ലിൻ്റെ അടുത്ത് ആ ഒരു ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആണോ? ലൈക്ക് നിഖില പറയുകയാണെങ്കിൽ നിഖിലായിട്ടുള്ള അതെ തീർച്ചയായിട്ടും. ആഫ്റ്റർ ജോ ആൻഡ് ജോ ആ ഒരു സിനിമയ്ക്ക് ശേഷം സിനിമ അല്ലാതെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നേരിട്ട് കാണുന്ന ആൾക്കാരാണ്. നിഖില മാത്രമല്ല, ഈ സംഗീത ആയാലും മാത്യു ആണെങ്കിലും ഞങ്ങളും ഇതേപോലെ എല്ലാം കൊണ്ടും സെറ്റാണ്. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റ്? ഭയങ്കര നമ്മള് ഫസ്റ്റ് തൊട്ട് ആദ്യമായിട്ടായിരിക്കുമല്ലോ ഈ സെറ്റില് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും, അതൊരു മെയിൻ കാര്യമാണല്ലോ. ഞാൻ അസല ആദ്യം കാണുന്നത് ജിംഖാനയുടെ സെറ്റിൽ വെച്ചാ, അവിടെ പരിചയമുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്, അകലാൻ കഴിയാത്തത് അടുത്തത്. എന്നിട്ട് നിങ്ങൾ അടുത്തിരിക്കാത്ത ദൂരെ നിർത്തിയിട്ടുള്ള സൗഹൃദം. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആർട്ടിസ്റ്റ് നസ്ലിന. ഭയങ്കര കുര്യനും നസ്ലിനും ഇവര് ടീം. പറഞ്ഞ വിഷമോ അതുകൊണ്ടല്ല, കുര്യന്റെ കൂടെ ഞാൻ 3 വർഷമായിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് മഞ്ഞുമലിന് ശേഷം ഫുൾ ടൈം മഞ്ഞുമല കഴിഞ്ഞിട്ട് ഇപ്പോഴോ ഇത് ഫുള്ള് എല്ലാം വലിയ പടങ്ങളാണല്ലോ. അപ്പൊ 100 ദിവസം 110 ദിവസം ഷൂട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കുര്യൻ എല്ലാ ദിവസവും കണ്ട് എനിക്ക് മടുത്തു. അങ്ങനെയല്ല, കാണാം, നല്ല സുന്ദരനായതുകൊണ്ട് കണ്ടിരിക്കാം. ചന്തുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ബാറ്റ്മാൻ അല്ലേ? അപ്പൊ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ലൈക്ക് ഒരു ക്യാരക്ടർ മൈൻഡിൽ വരുവാണെങ്കിൽ അത് അങ്ങനെ ഒരു പരിപാടി ചെയ്യാനോ അല്ലെ അത് റിലേറ്റഡ് ഇപ്പൊ സൂപ്പർ ഹീറോ എന്നൊക്കെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. വേറെ അതെങ്ങനെ അറിയാം ചന്തുവിന് ബാറ്റ്മാൻ ആണ് ഇഷ്ടം? അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവിടെ വന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഓർമ്മയുണ്ട്. പേരിൽ വരെ ട്രോള് കിട്ടിയ ആൾക്കാരാ, പേരിൽ വരെ ട്രോള് കിട്ടിയ ആൾക്കാരാ. അങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. ഹോപ്പ്ഫുള്ളി 2020 പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും
ചില ക്യാരക്ടേഴ്സ് എപ്പോഴും ആൾക്കാർ നമ്മളെ കണ്ട് ആ മൂവി ഹിറ്റാവില്ല വാട്ട് എവർ തിങ്, ചില ക്യാരക്ടേഴ്സ് നമ്മൾ ആൾക്കാർ കൂടുതൽ നമുക്ക് മെസ്സേജ് അയച്ച് പറയും വാവ് ഈ ക്യാരക്ടറായിട്ട്. അങ്ങനെ നോക്കുന്ന ഒരു ക്യാരക്ടറാണ് പൂക്കാലത്തിലെ ക്യാരക്ടർ. ലോക എന്ന് പറയുന്ന മൂവിയിൽ കുറച്ച് ഡിഫറെൻറ്റ് പരിപാടിയാണ് അരുൺ കുര്യൻ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്നു. ഐ മീൻ ഇച്ചിരി ലൈറ്റ് ഹാർട്ടഡ് ഈസി ഗോയിങ്. അതെ, ഞാനങ്ങനെ ചെയ്തത് വളരെ കുറവാണ്. പൂക്കാലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് റിലേറ്റ് ചെയ്ത് ചോദിച്ചത്. എനിക്ക് എവിടെ എനിക്കത് ശരിയല്ലേ, ഒരു കുറച്ച് humorous ആയിട്ട് ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യുന്നത് കുറവായിരുന്നല്ലേ. പക്ഷെ അതിലത് കറക്റ്റ് വർക്ക് ആവുകയും ചെയ്തു കേട്ടോ. ഇതിലും വർക്ക് ആവണം എന്നുള്ള ആഗ്രഹം. ഇതിലപ്പോൾ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഭയങ്കര ടൈമിംഗ് ഉള്ള ആളാണ്, കോമഡി ടൈമിംഗ് ഉള്ള ആളാണ് കുര്യൻ. ആയിക്കോട്ടെ, കുറച്ച് സമയം എടുക്കുന്നുള്ള ഒന്ന് കംഫർട്ടബിൾ ആകണം. അല്ല, ആ കോമഡി പറയാനും കുറച്ച് സമയം എടുക്കും. കുര്യൻ പയ്യൊക്കെ പറയുള്ളൂ ഒരു കോമഡി. നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ കുര്യൻ അത് സമയം എടുത്തിട്ട് ആലോചിച്ചിട്ടൊക്കെ പറയുള്ളൂ. ഇത് പറഞ്ഞ ഏക്കോ എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് അതൊക്കെ മനസ്സിലാവും. ഏക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് പറയുള്ളൂ കുര്യൻ. ഇപ്പോൾ അതിന്റെ മനസ്സിലെന്താ ക്യാമറ ഓഫ് ചെയ്യണം. അല്ല അത് ശരിക്കും ഇപ്പൊ നമുക്ക് അറിയുന്നതിലുപരി അരുൺ ഓഫ് ക്യാമറ വേറൊരു ആളാണോ? അങ്ങനൊന്നുമില്ല, ഭയങ്കര ഇല്ല ക്യാമറ മുമ്പിൽ ഭയങ്കര ഫേക്ക് ഒന്നും അല്ല. അല്ല അങ്ങനെ ഇല്ല, അങ്ങനെ ആക്കും. മഞ്ഞപ്പത്രത്തിനെടുത്ത് മാറ്റടാ. സ്നേഹമുള്ളതുകൊണ്ടല്ലേ പിന്നെ ഭയങ്കര സ്നേഹം. 3 വർഷം എടുത്തു. അതെ, ഇനിയും അടുത്ത പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓണം ഹിറ്റിംഗ് ആണ് ഈ ലോക എന്ന് പറയുന്നത്. ആൻഡ് പ്ലസ് യെസ് ദുൽഖർസ് പ്രസൻസ് അതും ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഇറ്റ്സ് ലൈക്ക് അതും ഒരു വലിയൊരു ബ്രാൻഡ് കൂടിയാണ്. ഗ്രീൻ ലൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഇത്രയും ഒരു നല്ല പ്രൊജക്ട്. അല്ല, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇത്രയും മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇത്രയും സ്കേപ്പ് ഉള്ള ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെ വേണം. അത് ഭാഗ്യത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ടീമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ദുൽഖർ ഇക്കാനെ കാണാൻ ഒക്കെ സാധിച്ചത് ഈ സിനിമ വഴിയാണ്. അതിന് മുന്നേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കണ്ടു, ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. അത്ര എളുപ്പമുള്ളൊരു പുതിയൊരു സബ്ജക്റ്റുമാണല്ലോ. അപ്പം എല്ലാവർക്കും അത് ഒരു പ്രൊഡ്യൂസറിന് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ അത്രയും ഡൈജസ്റ്റ് ആവണമെന്നില്ല. പുതിയ എല്ലാവരും വില്ലിങ് ആവണമെന്നില്ല. ഡിഫറെന്റ് പരിപാടി പിടിച്ചൊരു സാധനമാണല്ലോ. ഡിക്കുന് വിഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്ക് വിശ്വാസം ഡോമിനിക്കേണ്ടായാലും വിഷനൊക്കെ ഉണ്ടായിരുന്നു. സോ പുള്ളി ബാക്ക് ബോൺ ഓഫ് ദ പടം. ഓൾമോസ്റ്റ് 30 lakhs കൂടെ ആയി അതിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ. ഈവൻ ഇൻ ഫ്യൂ 5 to 6 days തന്നെ 30 lakhs റൈറ്റ്. ശരി, അപ്പോൾ കിടിലമാട്ടെ. ആൻഡ് ഓണത്തിന് തിയേറ്ററിൽ ഞങ്ങൾ ഉണ്ടാവും ദ വെരി ഫസ്റ്റ് ഡേ. ആൻഡ് ഒരു കിടിലം ഡിഫറെന്റ് പരിപാടി, ഡിഫറെന്റ് ജോണർ, അതുപോലെ തന്നെ ആൾക്കാർ സ്വീകരിക്കട്ടെ എന്ന് ഐ ആം വിഷിംഗ് യു. യു ഓൾ ആർ വിഷിംഗ് യു. താങ്ക് യു വിത്ത് യു ഗൈസ്. സോ ഓൾ ദ വെരി വെരി ബെസ്റ്റ്.